ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാധുര്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 1:18 വാക്യം, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തിയും ആകുന്നു. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 കാര്യം. ഒന്ന്, ആ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് പോഷത്വമാണ്. അവരെന്നും അങ്ങനെ അത് കാണുകയുള്ളൂ. എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് എന്നും ദൈവശക്തിയാണ് എന്നതാണ് ക്രൂശിന്റെ വചനത്തിന്റെ പ്രത്യേകത. ഈ ക്രൂശിന്റെ വചനം നാം പ്രസംഗിക്കുമ്പോൾ അതിനോടൊന്നും കൂട്ടിച്ചേർക്കേണ്ടതായ ആവശ്യമില്ല. അതെല്ലാം അതിന്റെ മാഹാത്മ്യത്തെ കെടുത്തിക്കളയത്തേ ഉള്ളൂ. ചിലര് അതിശോക്തി, വ്യാജം, അതേപോലെ പൊടിപ്പും തൊങ്ങലും സ്വന്ത മഹത്വം ഉയർത്തി കാണിക്കലുമൊക്കെ ആയിട്ട് വചനം അത് പ്രസംഗിക്കുവാനായിട്ട് ശ്രമിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതെല്ലാം വചനത്തിന്റെ മാറ്റ് കുറച്ചു കളക മാത്രമേ ഉള്ളൂ. ക്രൂശിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ അതിന്റെ കൂടെ യാതൊന്നും വെച്ചു കെട്ടേണ്ടതായ ആവശ്യമില്ല. അത് അതിൽ തന്നെ പൂർണ്ണമാണ് എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ചിലര് ക്രൂശ് രൂപം കഴുത്തിൽ കെട്ടി ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അത് ഒരിക്കലും അതുകൊണ്ടും യാതൊരു അർത്ഥവുമില്ല. അഥവാ ക്രൂശില്ലാതെ ക്രിസ്തുവും ക്രിസ്തുവില്ലാതെ ക്രൂശും അത് വളരെ അപകടകാരിയാണ് എന്നതാണ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ അവിടെ സ്വർഗം തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ദൂതന്മാർ വളരെയധികം സന്തോഷിക്കുന്നു. ആത്മാക്കൾ രക്ഷിക്കപ്പെടുകയാണ്. ഈ വചനം കേൾക്കുമ്പോൾ സാത്താൻ വിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അവന്റെ അന്ധകാര മണ്ഡലം തകർന്നു വീഴുകയാണ് ചെയ്യുന്നത്. അന്ധകാരത്തിന്റെ അധിപതിയായ സാത്താന്റെ തലയെ കർത്താവ് തകർത്തത് ക്രൂശിൽ വെച്ചായിരുന്നു. ആ ക്രൂശിൽ വെച്ചാണ് താൻ ജയം നേടുവാനായിട്ട് ഇടയായി തീർന്നത്. കൊലോസ്യ ലേഖനം 2:15 നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുവാനുള്ള ഒരു പുതുവഴി പ്രതിഷ്ഠിക്കപ്പെട്ടത് ക്രിസ്തുവിന്റെ ക്രൂശുമരണത്താലാണ്. അനേകർ എവിടെ രക്ഷ പ്രാപിക്കാമെന്ന് പറഞ്ഞ് പലയിടങ്ങളിലേക്കും ഓടി നടക്കുമ്പോൾ ധൈര്യത്തോടെ ആ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാനുള്ള ആ പുതിയ വഴി ക്രൂശിൽ നമുക്ക് തുറന്നു തരികയാണ് ചെയ്തത്. ക്രിസ്തു അഥവാ താൻ ചൊരിഞ്ഞ ആ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി ക്രൂശിൽ വെച്ച് ശത്രുത്വം താൻ ഇല്ലാതെയാക്കി മാറ്റി എന്നതാണ്. ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഒരു യാദൃശ്ചിക സംഭവം അല്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അങ്ങനെ ത്രിയേക ദൈവം സംയുക്തമായി ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചതായിരുന്നു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. അത് പഴയ നിയമത്തിൽ തന്നെ ഏശയ്യാ പ്രവചനം 53:10 പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10:11-18, എബ്രായ ലേഖനം 9:14 തുടങ്ങിയ വാക്യങ്ങളൊക്കെ നമുക്ക് അതിനാധാരമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. അതേ പ്രിയമുള്ളവരെ, ക്രൂശിന്റെ വചനത്തിന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അവന് സമാധാനം കൊടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അവന്റെ പാപം മോചിച്ചു കൊടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അവന്റെ ബന്ധനത്തിൽ നിന്ന് അവനെ പൂർണ്ണമായി ഉദ്ധരിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അത് നാം ഒരിക്കലും വിസ്മരിക്കുവാനായിട്ട് ഇടയാകരുത്. അനേക കോടികളെ
ഇത് ഇന്നും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അനേകർക്ക് രക്ഷ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അനേകർക്ക് സമാധാനവും സൗഖ്യവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ബന്ധനത്തിലോ കഷ്ടത്തിലോ രോഗത്തിലോ ആയിരിക്കുന്നുവെങ്കിൽ ഈ ക്രൂശിന്റെ വചനം ഏവരെയും വിടുവിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വചനത്തെ കൂടുതൽ രാപകൽ ധ്യാനിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. അത് വിടുതലും ഉദ്ധാരണവും ഏതൊരവസ്ഥയിലിരിക്കുന്നവർക്കും നൽകുവാൻ ശക്തിയുള്ള ഒരൊറ്റ ഔഷധമുണ്ടെങ്കിൽ അത് ക്രൂശിന്റെ വചനമാണ്. ആ ദൈവവചനത്തിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് നീങ്ങാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം